ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു മീൽ പ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ആദ്യമായിട്ട് ചെയ്ത് നോക്കാമെന്ന് കുറേ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ട് പ്രിൻ്റ് എടുത്തു. നമ്മൾ ഓൺലൈനിൽ തന്നെ പ്രിൻ്റ് എടുത്തു. വീക്ക്ലി മീൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ PDF വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്കിൽ ഇടാം കേട്ടോ. നമ്മൾ ജസ്റ്റ് പോയിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റിൽ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അത് എത്രയാണ് ഏകദേശം ക്വാണ്ടിറ്റി എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സോസുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്യാൻഡ് ഫുഡ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ മീറ്റ് ഇപ്പോൾ ചിക്കൻ ഇല്ല, എഗ്ഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. എഗ്ഗ് ഇന്നലെ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ഗ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ വീട്ടിലുള്ള ടോയ്ലറ്ററീസിന് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി കയ്യിൽ എന്തൊക്കെയുണ്ട്. ഇപ്പോൾ സോയ ചങ്ക്സ് ഏതിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. സോയ ചങ്ക്സ്, ഉപ്പ്, വീറ്റ് ഫ്ലോർ, മൈദ, ഇതൊക്കെ അതേഴ്സിലാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്നാക്സ്, അതായത് ഇപ്പോൾ പീനട്ട് വെച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് അവിൽ വെച്ചിട്ടോ, പിന്നെ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സീഡ്സൊക്കെ വെച്ചിട്ട് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്നാക്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ബീവറേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുക ഉപ്പിട്ടിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുക, കോക്കനട്ട് വാട്ടർ എന്തെങ്കിലും മേടിച്ച് വയ്ക്കുക, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ മീൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരുവിധം കറികളൊക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീക്ക്ലി മീൽ പ്ലാനറിലോട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി റഫായിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് വെച്ചിട്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ക്രോസ് മാർക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് മേടിക്കണം എന്ന് മനസ്സിലാവും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ഒരു 2-3 കോപ്പി എടുത്ത് വയ്ക്കുക എപ്പോഴും. അപ്പോൾ അത് അടുത്ത പേപ്പറിലോട്ട് ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തതിലോട്ട് എഴുതാം ടു ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക മേടിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു കടയിലേക്ക് പോകുമ്പോൾ നമുക്ക് മിസ് ഔട്ട് ആവില്ല ഒറ്റ കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മളെല്ലാം മേടിച്ച് വരും, അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാവും നമുക്ക് തോന്നും അയ്യോ ഈ കാര്യം മേടിച്ചില്ല എന്ന് തോന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ കാര്യം മേടിക്കാൻ വേണ്ടി മാത്രം കുറേ ചിലവാക്കും. അപ്പോൾ അവിടെ നമുക്ക് മണി ലോസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മളൊന്ന് കിച്ചൺ ഫുള്ളായിട്ട് നോക്കുക, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് നോക്കുക, എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്തില്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഉള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മണി സേവിങ്ങുമാണ്. അതുപോലെ തന്നെ നമുക്കൊരുവിധം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ചിലത് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലുണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് കുറച്ച് കഴിയുമ്പോഴാവും അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടാവും ഓരോ സാധനങ്ങൾ, അത് പിന്നെ ചീഞ്ഞ് പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ളത് എഴുതി വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് മേടിക്കാം. നമുക്കിപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 1 വീക്കൊക്കെ അല്ലെങ്കിൽ 2 വീക്കൊക്കെ ശരിക്കും ഓടാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഫുഡ് സെറ്റ് ചെയ്ത് നീങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് കൊണ്ടുള്ളൊരു ഗുണം കേട്ടോ. മീൽ പ്ലാനർ ഏകദേശം സെറ്റാക്കി നമുക്കിത് സെറ്റാക്കാൻ തുടക്കമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ. ഏതൊക്കെ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ട് ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേയിലത്തെ ഓൾറെഡി കഴിഞ്ഞു. വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 5 ദിവസത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ 4 ദിവസത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോട്ട്സ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ
ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കി വെക്കണം, പീനട്ട് റോസ്റ്റ് ആക്കി വെക്കണം, എഗ്ഗ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യണം, യോഗട്ട് ഇൻക്ലൂഡ് ചെയ്യണം, സോയ ചങ്ക്സ് ഫ്രൈ പോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് വീക്കിലി മീൽ പ്ലാനറായിട്ട്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ എല്ലാം വീഡിയോയിൽ എടുക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആക്കി വെക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ വേവിച്ച് വെക്കുന്നത്, എന്തൊക്കെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫോട്ടോയിൽ. ഇതൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു പോലെ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പ്രിപ്പറേഷൻസ് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മീൽ പ്രിപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു മീൽ പ്ലാനറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ഇപ്പം എല്ലാം സെറ്റായോ എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ വെനസ്ഡേ ഇട്ട് നോക്കാം. രാവിലെ പോഹയാണ്, പോഹ ഞാൻ സ്പോട്ടിലാണ് ഉണ്ടാക്കുള്ളൂ. പിന്നെ ചോറ്, പയറുപ്പേരി, എഗ്ഗ്. അപ്പോൾ പയറുപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രം വേണ്ടോ. അതിന് വേണ്ടി ഞാനിവിടെ സബോളയും അതുപോലെ തന്നെ പച്ചമുളകും കരിവേപ്പിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാൽ മതി നമുക്ക്. അപ്പോൾ അതിനുള്ളത് ഉപ്പേരിയും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. മുട്ട എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുഴുങ്ങി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുൾസൈ പോലെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ചപ്പാത്തിയും ചെറുപയർ കറിയാണ്. ചപ്പാത്തി മാവ് ഞാൻ ഓൾറെഡി കുഴച്ചിങ്ങി വെക്കണം, അത് ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ചെറുപയർ കറി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 3-4 ദിവസത്തേക്കുള്ള ചെറുപയർ കറി ഉണ്ട്, ഒരു നേരത്തേക്കുള്ളത്. പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അടുത്ത ദിവസത്തേക്ക് ചപ്പാത്തിയും എഗ്ഗ് കറിയാണ്. ചപ്പാത്തി നമ്മൾ ഓൾറെഡി പരത്തി വെക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മുട്ട ഉണ്ട്. മുട്ട നമ്മളൊന്നെങ്കിൽ കറി വയ്ക്കുക. അപ്പോൾ മുട്ടക്കറി വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മസാല. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 ടീസ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് മുട്ടയിലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തി മെക്കറി റെഡിയായി. പിന്നെ റൈസ്, അതുപോലെ തന്നെ ചെറുപയർ കറിയോ സോയ കറിയോ ഉണ്ടാക്കാം. ബീട്രൂട്ട് ഉപ്പേരും. അപ്പോൾ ബീട്രൂട്ട് ഓൾറെഡി എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഉപ്പേരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഫുഡിൽ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെ സബോള ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിപ്പോൾ ഏത് ഉപ്പേരിയാണോ വേണ്ടത് അത് എടുക്കുക. ഞാൻ ലേഡീസ് ഫിംഗറും ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പയറുണ്ട്, കോളിഫ്ലവറും ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് വേവിക്കുക. അതുപോലെ ആ മസാലയിൽ ഇട്ട് വേണമെങ്കിൽ കറി വയ്ക്കാം, അല്ലെങ്കിൽ വഴറ്റിയിട്ട് ഏത് രീതിയിലാണ് വേണ്ടത് ജസ്റ്റ് ഉപ്പേരി മാത്രം ഒന്ന് ആക്കിയെടുക്കുക. ഉപ്പേരി ഞാൻ ആക്കി വെച്ചിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടില്ല. പിന്നെ സോയയുടെ കറി വേണമെങ്കിൽ സോയ ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയയുടെ കറി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഉച്ചയ്ക്കൊരു കുറച്ച് 2-3 ടേബിൾ സ്പൂൺ സൈഡിൽ വെച്ച് ഫുഡിനും കൊടുക്കുകയും ചെയ്യാം, ചോറിനും കൊടുക്കുകയും ചെയ്യാം. പിന്നെ ചപ്പാത്തി, ചെറുപയർ, റൈസ്, പയറുപ്പേരി, മത്തങ്ങ, റൈസ്, പയറുപ്പേരി, പിന്നെ നമ്മൾ ചെറുപയറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ചെറുപയറും കായും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. ഇതൊന്നെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് കറിയാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഉപ്പേരിയാക്കിയിട്ട് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന കോളിഫ്ലവർ കറിയാണ്, ലേഡീസ് ഫിംഗർ കറി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി കറിയാക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നോർമൽ കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കണം, ടോഫു വെച്ചിട്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും നമ്മൾ സാലഡ്സ് ഇൻക്ലൂഡ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞാൽ മാത്രം മതി. പിന്നെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേർഡ് എല്ലാത്തിലും ഉൾപ്പെടുത്തുക നമ്മൾ എല്ലാ ദിവസവും. പിന്നെ ഇത് മോരാണ്, ബട്ടർ മിൽക്ക് ആക്കി വെച്ചേക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു വീക്കിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ആക്കണം. ഇപ്പോൾ ഈ വീക്ക് ഞാൻ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് വാട്ടർമെലൺ ആണ്. അപ്പോൾ തന്നെ പേരക്കായ എടുക്കുന്നുണ്ട്.
വേണമെങ്കിൽ പേരക്കായ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉപ്പേരിക്കുള്ള സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടുള്ള സബോളയും പച്ചമുളകും അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് സ്വീറ്റ് ഉണ്ടാക്കണം. മുട്ട ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ ദിവസവും, തൈര് ഇൻക്ലൂഡ് ചെയ്യുക. കറികളാക്കി വെച്ചിട്ടുണ്ട്. 3 ടൈപ്പ് കറികളുണ്ട്, അതിൻ്റെ മസാലയുണ്ട്, പിന്നെ സാലഡും ഉണ്ട്. ഏകദേശം ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 1 വീക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസം പറ്റുകയാണെങ്കിൽ നമ്മുടെ ഫുഡിൽ കുറച്ച് സീഡ്സും നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ ഇതിൽ ആൽമണ്ടും കാഷ്യൂ ഇട്ടിട്ട് 2 കൂടെ അടിച്ച് മിൽക്കാക്കിയിട്ട് ഇതിൽ എല്ലാ സീഡുകളും ഇട്ട് കുടിക്കുകയാണ് ചെയ്യുക. അതും നല്ലതാണ്. പറ്റുന്നവർ ചെയ്യുക, ഓപ്ഷണലാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക കേട്ടോ.